ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കുടുംബത്തിനൊരു മരണപ്പെട്ടതിൻ്റെ മൗലൂദുണ്ടായിരുന്നു ഒരു കൊല്ലം തയ്ച്ചത്. അപ്പം നേരെ നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പം അതിന് നേരെ നമ്മളെ ഇപ്പപ്പാടെ പെങ്ങളെ കൂട്ടാൻ നമുക്കൊന്ന് പോകണം. അങ്ങനെ നമ്മൾ ഇപ്പപ്പാടെ പെങ്ങളെ കൂട്ടാൻ പോയി. സമയം തന്നെ ഞങ്ങൾ അമ്മായിനെ കൂട്ടാൻ പോയി. പിന്നെ അവിടുന്ന് നേരെ എളാപ്പാടെ വൈഫിനും മകനെ കൂട്ടിയിട്ടാണ് മകൻ. ഇപ്പം നേരെ ഞങ്ങൾ അങ്ങോട്ട് മൗലൂദിന് പോവുകയാണ്. മൗലൂദിൻ്റെ വീട്ടിലെത്തി. പിന്നെ മൗലൂദൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് നമ്മൾ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് അപ്പം നേരെ പിന്നെ നമുക്ക് ഒന്ന് തിരൂർക്ക് പോകേണ്ട ആവശ്യമുണ്ട് നമ്മളെ വീട്ടിലേക്ക് ലൈറ്റൊക്കെ എടുക്കാൻ. അപ്പം നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തു. പട്ടാമ്പിയിൽ നിന്നാണ് കയറിയത്. പട്ടാമ്പിയിൽ നിന്ന് കയറി നമ്മൾ ട്രെയിനിലാണ്. ഇപ്പോൾ ഇതാണ് എളാപ്പയും മത അവിടെ കിടക്കുകയാണ് എളാപ്പഴത്ത്. അങ്ങനെ നമ്മൾ ഇറങ്ങി തിരൂര് അങ്ങാടി ഇറങ്ങി ഗെയ്സ്. അങ്ങനെ നമ്മൾ ഒരു ലൈറ്റുകളൊക്കെ മേടിക്കാൻ വന്നുകൊണ്ട് ലൈറ്റിൻ്റെ കടകൾ തരികയാണ്. എളാപ്പയും എളാപ്പയുടെ മോനും മുന്നിൽ പോവുകയാണ്. ഞാനും ഒരു വെള്ളം തന്നെ കുടിക്കാൻ വിചാരിച്ച് നമ്മളൊരു കടയിൽ കയറി. അടിപൊളി ഇങ്ങനെയായിരുന്നു. ഒരുപാട് വെയിറ്റ് ചെയ്ത് വന്നു നമ്മൾ. പിന്നെ എളാപ്പാടെ മകൻ അവൻ്റെ അതും എൻ്റെ അതുപോലെയാണ്, ഉഷാറാണ്. പിന്നെ അങ്ങനെ നമ്മളെ പറഞ്ഞ അവർക്ക് വന്നു. അപ്പോൾ അവൻ ഫുഡൊക്കെ കഴിക്കാനായി. അപ്പം അവൻ തിന്നു. ശമ്പളം തിന്നു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നിസ്കരിക്കണം. അതുകൊണ്ട് നമ്മൾ അവരവിടെ ഹോട്ടലാണ്. നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്തി. തിരൂരിലുള്ള ഒരു പള്ളിയാണിത്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി വീണ്ടും നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ വീണ്ടും നമ്മൾ ഹോട്ടലിൻ്റെ കടയിൽ കയറി. ഇതാണ് നമ്മളെ അതിൻ്റെ അടുത്തൊക്കെ വന്നു. പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ കടയിലേക്ക് പോകാണ്ടായിരുന്നു. അപ്പം നേരെ നമ്മൾ പിന്നെ അങ്ങോട്ടാണ് പോയത്. അപ്പം പിന്നെ ഒരുപാട് കടവുണ്ട്. ബിൽഡിങ്ങിലാണ് ഒരുപാട് കടവുണ്ട്. അത് ചിലപ്പോൾ വഴിയിലായിട്ടും എങ്ങനെയായിട്ടും ഇങ്ങനെയായിട്ടും. പക്ഷേ അവർ വഴിയിൽ സാധനങ്ങൾ വെക്കാണ്. പക്ഷേ അതിൻ്റെ ഷോപ്പ് അതിൻ്റെ ഉള്ളിലെടുത്തായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും. ഇതാണ് ഞങ്ങൾ വന്ന ലൈറ്റിൻ്റെ കട. നേരത്തെ തന്നെ ഫ്രണ്ടിൽ തന്നെ ലൈറ്റൊക്കെ വെച്ചിട്ടാണ്. പിന്നെ അവിടുത്തെ സാധനങ്ങൾ. ഇതാണ് നമ്മൾ ലൈറ്റുകൾ. ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തെ എടുക്കാൻ നമ്മൾ തൂങ്ങിക്കിടക്കുന്ന സൈസൊക്കെ നോക്കാനാണ് വന്ന്. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഇത് ഫുള്ള് കാണാം. 2 നിലയാണ്. അവനവിടുത്തെ കമ്പ്യൂട്ടറൊക്കെ കളിക്കുകയാണ് ഗെയ്സ്. പിന്നെ നമ്മൾ അവിടെ കുത്തിന്ന് എളാപ്പ അവിടെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്ത കട. നമ്മൾ പറഞ്ഞൊക്കെ നോക്കാൻ പോയതാണ്. ഇനി എടുക്കാൻ നമ്മൾ അല്ലാതെ കൊണ്ട് ട്രെയിനിൽ വരല് നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം നാട്ടിൽ നിന്ന് കാറായിട്ട് തന്നെ വരേണ്ടി വരും. അപ്പോൾ കുറച്ച് നേരം അവിടെ വന്നിരുന്നു. ഗൈസ്. അപ്പോൾ എളാപ്പ അങ്ങനെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ എളാപ്പ ലൈറ്റിൻ്റെ കാര്യങ്ങൾ നോക്കണം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവനിക്കൊരു തൊപ്പി നോക്കി. തൊപ്പി വേണ്ട തെറ്റായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഗൈസ് ലൈറ്റിൻ്റെ അവിടെ നിന്ന്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഹോളുകളൊക്കെ ഉണ്ട്. അപ്പം അതിന് വെക്കാനുള്ള ഫ്ലവേഴ്സൊക്കെ കഴിക്കാൻ പോകണം. ഫ്ലവേഴ്സിൻ്റെ ഷോപ്പിൽ പോകണം. എനിക്ക് അങ്ങനെ ഫ്ലവർ ഷോൻ്റെ ഫ്ലവറിൻ്റെ ഷോപ്പിലേക്ക് എത്തി. ഗൈസ് അവന് എടുത്തിട്ടെങ്ങനെ നമ്മൾ നീച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ ചെടികളൊക്കെ പല മോഡലിൽ അവർ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പോയി പിടിച്ച് വലിച്ചെടുത്ത് കഴിയുന്നത് അവന് അത് വിളിക്കായി അതിനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ വിളിച്ചിട്ട് നേരെ ഞങ്ങളിന്ന് അവന് മേമയുടെ പർച്ചേസിന് ചെയ്തോളൂ. ഞങ്ങൾ നേരെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയി. നിസ്കാരം കഴിഞ്ഞതാ നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നു. പള്ളിക്കൊന്നും വീട്ടിലെടുക്കാൻ പറ്റിയില്ല. പിന്നെ ബില്ല് പേയ്മെൻറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടേക്ക് പോകുമ്പോൾ ലൈറ്റിൻ്റെ കട ഉണ്ടോ. അപ്പോൾ നമ്മളവിടെ നോക്കി നോക്കുമ്പോൾ പല എമൗണ്ടിൽ ലൈറ്റുകളുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവനക്കൊരു വണ്ടി വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഏതായാലും
അതായത് വണ്ടി കൂടെ തന്നെയാണ് അവൻ വണ്ടി എടുത്ത് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നു. 10:30 ട്രെയിൻ തിരിച്ചു പോയത്. ഹോട്ടലിൽ നോക്കുമ്പോൾ എനിക്ക് ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ടുള്ളൂ കഴിക്കാൻ പറ്റിയ നല്ല ഫുഡ് തന്നെ. നെയ്ച്ചോറാണ് തിന്ന്, നെയ്ച്ചോറും ബീഫും ആണ് തിന്നത്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിന് ഡിലേ ആണ് എന്ന് പറഞ്ഞത്. 12 മണി 11:30 ആവുമെന്ന് പറഞ്ഞത് അവർ. ഒരുപാട് ഡിലേ ആണ്. 10:30 ട്രെയിനാണ് ഡിലേ ഒരുപാട്. പിന്നെ നമ്മൾ റെസ്റ്റ് റൂം എടുത്തു. കുഴപ്പമുണ്ടാകുന്ന നല്ല കംഫർട്ട് തന്നെ ആയിരുന്നു. അവിടെ കിടന്നു. അവർ രണ്ടാളും ബാക്കിലും കിടന്നു. ഞാൻ പിന്നെ നല്ല ഉറക്കം വന്നാൽ നമ്മൾ നേരെ കിടന്നുറങ്ങുകയും ചെയ്തു. പിന്നെ ഇതാ ട്രെയിന് കയറണം. അവിടെ നിന്നാണ് ട്രെയിന് കയറാൻ തന്നെ. നേരെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ചായ ഉറക്കം വന്നിട്ട് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു. 1:30 1:30 വീടെടുക്കാൻ പറ്റില്ല. നേരെ വീട്ടിലേക്ക് പോകണം. സുഖമാണ് യാത്ര പറ്റില്ല. പക്ഷേ ട്രെയിനിൽ ഡിലേ ആയതാണ് ഒരുപാട്. ഫിനാൻസ് ആയിട്ടൊക്കെ എന്താ പോയിക്കൊണ്ടിരിക്കാൻ പോകുമ്പോൾ നമ്മളിതാ മഞ്ഞളിലെത്തി. റോഡിലൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാവരും അങ്ങനെ കാണുന്നില്ല. ജസ്റ്റ് പുറത്തേക്ക് ഒരുപാടൊന്നുമില്ല. കോൺഗ്രസ് സെൻറ്റർ. പിന്നെ നമുക്ക് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ